നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡായ NCERT ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 4 ഹരിദ്വാർ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവിവചൻ സുധ മാഗസിനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഹരിദ്വാർ. പ്രസിദ്ധീകരിച്ച വർഷം 1871 ഒക്ടോബർ 14. ചാപ്റ്ററിലേക്ക് പോകാം. हरिद्वार. हिंदी साहित्य के सुप्रसिद्ध रचनाकार भारतेंदु हरिश्चंद्र अपनी यात्राओं के लिए ചർച്ചിത് രഹേ ഹേ. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനായ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര തൻ്റെ യാത്രകൾക്ക് പേര് കേട്ടവനാണ്. उन्होंने भारत के अनेक गांवों और नगरों की यात्रा की और उनके विषय में पत्र पत्रिकाओं में लिखा भी. അദ്ദേഹം ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യാത്ര ചെയ്യുകയും ആ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പല മാഗസിനുകളിലും എഴുതുകയും ചെയ്തിട്ടുണ്ട്. प्रकृति, इतिहास, संस्कृति और पुरातत्व का अध्ययन करने में यात्राओं से उन्हें बहुत सहायता मिली. പ്രകൃതി, നേച്ചർ, ഇതിഹാസ്, ഹിസ്റ്ററി, സംസ്കൃതി, കൾച്ചർ, പുരാതത്ത്, പുരാവസ്തു ഗവേഷണം ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിന് അദ്ദേഹത്തിന് യാത്രകളിൽ നിന്നും ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട്. യാത്രകൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും സംസ്കൃതി കൾച്ചറിനെക്കുറിച്ചുമെല്ലാം അറിയാൻ സാധിച്ചത്. വേ മാനത്തെ ദേക്കി ശിക്ഷാ കി പൂർത്തി പുസ്തകോം സേ ഹി നഹീം യാത്രാവോം സേ ബി ഹോത്തി ഹേ. അദ്ദേഹം മനസ്സിലാക്കിയതാണ് ശിക്ഷ മീൻസ് പഠനങ്ങൾ പൂർത്തിയാകുന്നത് കേവലം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല യാത്രകളിൽ നിന്നുകൂടിയാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര 1871 में हरिद्वार की यात्रा पर गए थे. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ 1871 ഹരിദ്വാറിലേക്ക് യാത്ര നടത്തിയിരുന്നു. വേ ലിഖ്തേ ഹേ മേരാ തോ ചിത്ത് വഹാം ജാത്തെ ഹി ഏസാ പ്രസന്ന അവർ നിർമ്മൽ ഹുവാ കി വർണ്ണൻ കെ ബാഹർ ഹേ. അദ്ദേഹം എഴുതുകയാണ്, മേരാ തോ ചിത്ത് മീൻസ് മൈൻഡ്, എൻ്റെ മനസ്സ്, വഹാം ജാത്തെ ഹി അവിടെ ചെന്നതിന് ശേഷം, ഏസാ പ്രസന്ന അവർ നിർമ്മൽ ഹുവാ കി വർണ്ണൻ കെ ബാഹർ ഹേ എത്രത്തോളം സന്തോഷവും നിർമ്മലം ശുദ്ധവുമായതെന്ന് എനിക്ക് വർണ്ണിക്കാൻ പോലും പറ്റില്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രത്തോളം സന്തോഷം എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ലഭിച്ചു. ഹരിദ്വാർ की प्रकृति, वहाँ के पर्वतों, पक्षियों, वृक्षों और कलकल बहती गंगा, वहाँ के घाटों, लोगों, दुकानों और गंगा तट के मनोरम दृश्यों को देखकर वे अति आनंदित हुए. ഹരിദ്വാർ की प्रकृति മീൻസ് ഹരിദ്വാറിൻ്റെ പ്രകൃതി, വഹാം കെ പർവ്വതവും അവിടുത്തെ പർവ്വതങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, അതുപോലെ കൽക്കൽ ബഹത്തി ഗംഗ കളകളം, ബഹത്തി മീൻസ് ഒഴുകുന്ന, കളകളം ഒഴുകുന്ന ഗംഗ, വഹാം കെ ഘാട്ടും അവിടുത്തെ താഴ്വരകൾ, ലോകം ആൾക്കാർ, ദുക്കാനും കടകൾ, അവർ ഗംഗാ തടിക്കെ മനോരം ദൃശ്യം കോ ദേക്കർ അതുപോലെ തന്നെ ഗംഗാതീരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കണ്ട് വേ അതി ആനന്ദിത് ഹുയെ അദ്ദേഹം വളരെ ഹാപ്പിയായി, സന്തോഷവാനായി. इस पाठ में उन्होंने कविवचन सुधा पत्रिका के संपादक के नाम पत्र लिखते हुए अपनी उसी हरिद्वार यात्रा का रोचन वर्णन प्रस्तुत किया. इस पाठ में ഈ പാഠത്തിൽ കവിവചൻ സുധ പത്രികയ്ക്ക്, കവിവചൻ സുധ എന്ന പത്രിക മീൻസ് മാഗസിൻ, കവിവചൻ സുധ എന്ന മാഗസിൻ്റെ സമ്പാദക് മീൻസ് എഡിറ്ററിന് ഒരു കത്ത് എഴുതുകയാണ്. എന്താ എഴുതുന്നത്? അപ്പനി ഉസി ഹരിദ്വാർ യാത്രയ്ക്ക് രോചത് വർണ്ണൻ പ്രസ്തുതിക്കിയ ഹേ. അദ്ദേഹം ഹരിദ്വാറിലേക്ക് നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വിവരണമാണ് അദ്ദേഹം ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഈസ് പത്രമേ പ്രയുക്ത ഹിന്ദി കാ സ്വരൂപ ലഗ്ഭഗ് 150 വർഷ പുരാന ഹേ. ഈ കത്തിൽ എഴുതിയിരിക്കുന്ന ഹിന്ദിക്ക് ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീമാൻ കവിവചൻ സുധാ സമ്പാദക് മഹാമഹിം മിത്രവരേഷു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ശ്രീമാൻ കവിവചൻ സുധാ സമ്പാദക് മഹാമഹിം മിത്രവരേഷു, പ്രിയപ്പെട്ട മിത്രമായ കവിവചൻ സുധയുടെ എഡിറ്ററിന്. मुझे हरिद्वार का समाज लिखने में बहुत आनंद होता है कि मैं उस पुण्य भूमि का वर्णन करता हूँ जहाँ प्रवेश करने से ही मन शुद्ध हो जाता है എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹരിദ്വാറിനെ കുറിച്ചുള്ള വാർത്തകൾ എഴുതുന്നതിലും വിവരിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്തെന്നാൽ ആ പുണ്യഭൂമിയിൽ പ്രവേശിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. യഹ് ഭൂമി തീൻ ഓർ സുന്ദർ ഹരേ ഹരേ പർവ്വതോം സേ
गिरी है जिन पर्वतों पर अनेक प्रकार की वल्ली हरी भरी सज्जनों के शुभ मनोरथों की बांदी फैलकर लहलहा रही है और बड़े बड़े वृक्ष भी ऐसे गड़े हैं मानो एक पैर गड़े तपस्या करते हैं और साधुओं की बांदी गाम ओस और वर्षा अपने ऊपर सहते हैं. यह ഭൂമി തീൻ और സുന്ദർ ഹരെ ഹരെ പർവ്വതോം സെ ഗിരി ഹെ. ഈ ഒരു ഭൂമി, പുണ്യഭൂമി എന്ന് പറയുന്നത് മൂന്ന് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. ജിൻ പർവ്വതോം പർ അനേക പ്രകാർ കി വല്ലി ഹരി ബരി സജ്ജനോം കോ ശുഭ മനോരഥോം കി ബാന്തി ഫൈൽക്കർ ലഹ് ലഹ രഹി ഹെ. ഈ പർവ്വതത്തിൽ ഒരുപാട് തരത്തിലുള്ള ക്രീപ്പേഴ്സും വൈൻസുകളും സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇരിക്കുന്നത്? സജ്ജനോം കി ശുഭ മനോരഥോം കി ബാന്തി ഫൈൽക്കർ ലഹ് ലഹ രഹി ഹെ. നല്ല ജെന്റിലായിട്ടുള്ള പീപ്പിൾസ് അവരുടെ ശുഭാശംസകൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് പോലെയാണ് അവിടെ ആ പർവ്വതങ്ങളിൽ ക്രീപ്പേഴ്സും വൈൻസും എല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. और बड़े बड़े वृक्ष भी ऐसे गड़े हैं मानो एक पैर से गड़े तपस्या करते हैं और साधुओं की बांधी गाम ओस और വർഷ अपने ऊपर सहते हैं. ഇവിടെ വലിയ വലിയ വൃക്ഷങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? मानो एक पैर से गड़े तपस्या करते हैं और साधुओं की बांधी गाम ओस और വർഷ अपने ऊपर सहते हैं. മഴയും വെയിലും മഞ്ഞുമെല്ലാം തങ്ങളുടെ ശരീരത്തെ ഏറ്റിട്ടും അതെല്ലാം സഹിച്ച് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന ഒരു സന്യാസിയെ പോലെയാണ് അവിടെ വലിയ വലിയ വൃക്ഷങ്ങളും നിൽക്കുന്നത്. ആഹാ ഇൻകെ ജന്മ ബി ധന്യ ഹേ. നോക്കൂ, ഈ മരങ്ങളുടെ, ഈ വൃക്ഷങ്ങളുടെ ജന്മം തന്നെ ധന്യമാണ്. എങ്ങനെ? ജിൻസെ ആർത്തി വിമുഖ് ജാതി ഹി നഹീം. അവരുണ്ടാക്കുന്ന, അവരാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവും വേസ്റ്റായി പോവില്ല. മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവവും വേസ്റ്റായി പോവില്ല. എന്തൊക്കെയാണ് വേസ്റ്റായി പോവില്ല എന്ന് പറയുന്നത്? ഫൽ, ഫൂൽ, ഗന്ധ്, ചായ, പത്ത്, ചാൽ, ബീച്ച്, ലക്കടി അവർ ജഡ്. ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഈ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൽ മീൻസ് ഫ്രൂട്ട്സ്, ഫൂൽ ഫ്ലവേഴ്സ്, ഗന്ധ് ഫ്രാഗ്നൻസ് സുഗന്ധം, മണം, ചായ മീൻസ് ഷെയ്ഡ്, പത്തെ ഇലകൾ, ചാൽ മീൻസ് ബാർക്ക്, ബീജ് സീഡ്, ലക്കടി വുഡ്, അവർ ജഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട്. ഇതെല്ലാം മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംഭവങ്ങളൊന്നും എന്തായി പോവില്ല? വേസ്റ്റായി പോവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവരുടെ ജന്മം തന്നെ എന്താണെന്നാണ് പറയപ്പെടുന്നത്? ധന്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. യഹാം തക് കി ജലെ പർ ബി കോയലെ അവർ രാഖ് സെ ലോകം കാ മനോർത്ത് പൂർണ്ണ കർത്തേ ഹേ. ഇവിടെ ഈ മരങ്ങളെല്ലാം കത്തി എരിച്ചാൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? കോയലെ, കോൾ, രാഖ്, ആഷസ് എല്ലാം കിട്ടും. അതിൽ നിന്നും ആളുകൾ അവരുടെ വിഷസ് എല്ലാം ഫുൾഫിൽ ചെയ്യും. സജ്ജൻ ഏസേ കി പത്തർ മാർനെ സെ ഫൽ ദേത്തെ ഹേ. ആളുകൾ എന്ത് ചെയ്തു? മരത്തിൽ നിന്നും കല്ലെറിഞ്ഞുകൊണ്ട് ഫലങ്ങൾ വീഴ്ത്തും, ഫ്രൂട്ട്സുകൾ വീഴ്ത്തി തരുന്നു. ഇൻ വൃക്ഷോം പർ അനേക രംഗ് കെ പക്ഷി ചഹചഹത്ത ഹെ. ഈ വൃക്ഷത്തിൽ ഒരുപാട് കളറുകളുള്ള പക്ഷികൾ ചഹചഹത്ത ഹെ ചിർപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ നഗർ കെ ദുഷ്ട ബദിഗോം സെ നിഡർ ഹോക്കർ കല്ലോൽ കർത്തെ ഹെ. നഗർ കെ ദുഷ്ട ബദിഗോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരത്തിലെ ഈവിൾ മൈൻഡഡ് ആയിട്ടുള്ള, ദുഷ്ടരായിട്ടുള്ള ആൾക്കാരെയെല്ലാം പേടിക്കാതെ അവർ ആ മരത്തിൽ താമസിച്ചുകൊണ്ട് ഒച്ചയുണ്ടാക്കി കൊണ്ടുപോരുന്നു. നിഡർ മീൻസ് ഫിയർ കേട്ടോ. വർഷ കെ കാരൺ സബ് അവർ ഓർ ഹരിയാലിക്ക് ദിക്കായി പടുത്തി. മഴ കാരണം, വർഷ മീൻസ് മഴ കാരണം, സബ് ഓർ എല്ലായിടത്തും, എവരിവെയർ, ഹരിയാലി ഹി ദിക്കായി പടുത്തി. ഗ്രീനിഷ് പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. മാനോ ഹരെ ഗലീച്ചാക്കി ജാത്രിയോം കെ വിശ്രാം കെ ഹേതു ബിജായത് ബിജീതി. അതെങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മഴ കാരണം എല്ലായിടത്തും പച്ചപ്പ് കാണാൻ സാധിക്കും. എങ്ങനെയാണോ അത് പച്ചപ്പ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. മാനോ ഹരെ ഗലീച്ചാക്കി ജാത്രിയോം കെ വിശ്രാം കെ ഹേതു ബിജായത് ബിജീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹരേ ഗലീച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കാർപ്പറ്റ്, പച്ച പരവതാനി വിരിച്ചതുപോലെ. ആർക്ക് വേണ്ടിയിട്ട്? ജാത്രിയോ മീൻസ് യഹാം പർ യാത്രിയോ എന്നാണ് ഇവിടെ അർത്ഥം. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച പരവതാനി വിരിച്ചിട്ടിരിക്കുന്നത് പോലെ, ബിജായത് ബിജി എന്ന് പറഞ്ഞാൽ വിരിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് ഈ ഒരു പച്ചപ്പ്, എല്ലായിടത്തും കാണപ്പെടുന്ന ഈ ഒരു പച്ചപ്പ് കാണപ്പെടുന്നത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരു ഗ്രീൻ കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് പോലെയാണ്. ഏക് ഓർ
त्रिभुवन पावनी श्री गंगा जी की पवित्र धारा बहती है जो राजा भगीरथ के उज्जवल कीर्ति की लदासी दिखाई देती है. ഒരു സൈഡിൽ ത്രിഭുവൻ പാവനി ശ്രീ ഗംഗാജി കി പവിത്ര ധാര ബഹത്തി ഹെ, ഒരു സൈഡിൽ 3 ലോകത്തിലും പ്രസിദ്ധമായ ഗംഗാജിയുടെ പവിത്രമായ ധാര ഒഴുകുന്നു. എങ്ങനെ ഒഴുകുന്നത്? രാജ ഭഗീരഥയ്ക്ക് ഉജ്ജ്വൽ കീർത്തിക്ക് ലദാസി ദിക്കായി ദേത്തി ഹെ, അതായത് ഭഗീരഥ രാജാവിൻ്റെ ഈ ശ്രേയസ്സിനെ, കീർത്തിയെ എടുത്ത് കാണിക്കുന്ന ഒരു വള്ളി പോലെയാണ് ആ ഒരു ധാര, പവിത്രമായ ഒരു ധാര എടുത്ത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ ബ്രൈറ്റ്നസ് പോലെയുള്ളൊരു വള്ളി പോലെയാണ് ആ ഒരു ധാര ഒഴുകുന്നത്. രാജാ ഭഗീരഥൻ്റെ ഉഗ്ര തപസ്സിലൂടെയാണ് ഗംഗ ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് എന്നാണ് അറിയപ്പെടുന്നത്. ജൽ യഹാം കാ അത്യന്ത് ശീതൾ ഹെ, ഇവിടുത്തെ ജലം എന്ന് പറയുന്നത് വളരെ തണുപ്പേറിയതാണ്. और मिष्ट भी वैसा ही है मानो चीनी के पने को बर्फ में जमाया है. മിഷ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വീറ്റാണ്, മീട്ട കേട്ടോ. അവർ മിഷ്ട് ബി വൈസാ ഹി ഹെ, അവിടുത്തെ ആ ഒരു ജലത്തിൻ്റെ ആ ഒരു ഗംഗയുടെ മധുരം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനോ ചീനിക്കെ പനേക്കോ ബറഫ് മേൻ ജമായ ഹെ. ചീനിക്കെ പന എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാരയുടെ ചെറിയ ചെറിയ കണങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ ഐസ് കട്ടകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ക്യൂബ് പോലെയാണ് അതിലെ ഒരു മീട്ട മധുരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രംഗ് ജൽക്ക സ്വച്ഛ അവർ ശ്വേത് ഹെ, ജലത്തിൻ്റെ രംഗ് എന്ന് പറയുന്നത് സ്വച്ഛ മീൻസ് ക്ലിയറും അതുപോലെ തന്നെ നല്ല വെള്ള നിറത്തോടു കൂടി ശുദ്ധമായതുമാണ്. और अनेक प्रकार के जल जंतु कल्लोल करते हुए, ആ ഒരു പവിത്ര ഗംഗയിൽ എന്തുണ്ട്? അനേക പ്രകാർക്ക് ഒരുപാട് തരത്തിലുള്ള ജൽജന്തു എന്ന് പറഞ്ഞാൽ വാട്ടർ ക്രിയേച്ചേഴ്സ്, ജലജീവികൾ കല്ലോൽ കർത്തേ ഹുയെ കളിച്ച് രസിക്കുന്നുണ്ട്. यहाँ श्री गंगा जी अपना नाम नदी सत्य करती है, अर्थात जल के वेग का शब्द बहुत होता है और शीतल वायु नदी के उन पवित्र छोटे छोटे कणों लेकर स्पर्श हेसी पावन करता हुआ संचार करता है എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഹാം ശ്രീ ഗംഗാജി അപ്പന നാം നദി സത്യ കർത്തി ഹെ, ഇവിടെ ഗംഗാജി തൻ്റെ പേര് നദി എന്നത് സത്യമാക്കുകയാണ്. എങ്ങനെയാണ് ആക്കുന്നത്? ജൽ കെ വേഗ കാ ശബ്ദ ബഹുത്ത് ഹോത്ത ഹെ, ജലത്തിൻ്റെ സ്പീഡിൻ്റെ ശബ്ദം വളരെ അധികമുണ്ട്. അവർ ശീതൾ വായു നദിക്ക് ഉൻ പവിത്ര ചോട്ടെ ചോട്ടെ കണോം സെ ലേക്കർ സ്പർശ് ഹി സെ പാവൻ കർത്താ ഹുവ സഞ്ചാർ കർത്താ ഹെ. ശീതൾ വായു, നല്ല തണുപ്പേറിയ കാറ്റ് നദിയുടെ ചെറിയ ചെറിയ കണങ്ങളെ വരെ സ്പർശിച്ചുകൊണ്ട് ആ ഒരു നദിയെ പാവനമാക്കുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. യഹാം പർ ശ്രീ ഗംഗാജി ദോ ധാര ഹോ ഗയി ഹെ, ഇവിടെ ഗംഗാജി 2 സ്ട്രീമുകൾ, ധാര മീൻസ് സ്ട്രീമുകളായിട്ടാണ് പിരിയുന്നത്. ഏക നാം നീൽ ധാര, ഒന്നിൻ്റെ പേരാണ് എന്തെന്ന്? നീൽ ധാര, ഒന്നിൻ്റെ പേരാണ് നീൽ ധാര. ദൂസരി ശ്രീ ഗംഗാജി ഹി കെ നാം സേ, രണ്ടാമത്തെ പേരെന്താണ്? ഗംഗാജിയുടെ പേരിൽ തന്നെയാണ് ഉള്ളത്. ഇൻ ദോനോം ധാരോം കെ ബീച്ച് മേം ഏക് സുന്ദർ നീച്ച പർവ്വത് ഹേ, ഇവിടെ ഈ 2 സ്ട്രീമുകളുടെയും ഇടയിൽ ഒരു സുന്ദരമായ ഒരു പർവ്വതമുണ്ട്. അവർ നീൽ ധാരാക്കെ തടുപ്പർ ഏക് ചോട്ടാസ സുന്ദർ ചുട്ടീല പർവ്വത് ഹേ, നീൽ ധാരയുടെ തീരത്തായിട്ട് എന്തുണ്ട്? ഒരു ചോട്ടാസ, ഒരു ചെറിയ സുന്ദരമായ ഷാർപ്പായിട്ടുള്ളൊരു പർവ്വതമുണ്ട്. അവർ ഉസ്കെ ശിഷർ പർ ചണ്ഡിക ദേവി കി മൂർത്തി ഹെ, അതിൻ്റെ ഒരു ടോപ്പിൽ, ശിഷർ പർ മീൻസ് അതിൻ്റെ ഒരു ടോപ്പിൽ ചണ്ഡിക ദേവിയുടെ സ്റ്റാച്യുവും മൂർത്തിയും വിഗ്രഹവും ഉണ്ട്. യഹാം ഹരിക്കി പൈഡി നാമക് ഏക് പക്ക ഘാട്ട് ഹെ, ഇവിടെ ഹരിക്കി പൈഡി എന്ന പേരിലൊരു താഴ്വരയുണ്ട്. പക്ക ഘാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഘാട്ട്, താഴ്വരയുണ്ട്. യഹി സ്നാൻ ബി ഹോത്താ ഹെ, ഈ താഴ്വരയിൽ ആൾക്കാർ വന്ന് സ്നാൻ ചെയ്യുക മീൻസ് കുളിക്കാറുണ്ട്. വിശേഷ ആശ്ചര്യ വിഷയ യഹ് ഹേ കി യഹം കേവൽ ഗംഗാജി ഹി ദേവതാഹം, ഇവിടെ വിശേഷപ്പെട്ട ആശ്ചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗംഗാജി മാത്രമാണ് എന്തായിട്ടുള്ളത്? ദേവതയായിട്ടുള്ളത്.
മനസ്സിലായോ? വേറെ ഒരു ദേവതയില്ല. യോം തോ വൈരാഗ്യോംനെ മഡ് മന്ദിർ കൈ ബനാ ലിയ ഹേ. ഇവിടെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വൈരാഗ്യവും മീൻസ് സന്യാസിമാർ മഡ് മന്ദിർ സത്രങ്ങളും അതുപോലെ തന്നെ അമ്പലങ്ങളും എല്ലാം പണിത് വെച്ചിട്ടുണ്ട്. ശ്രീ ഗംഗാജി കാ പാട് ബി ബഹുത് ചോട്ടാ ഹേ പർ വേഗ് ബടാ ഹേ. ശ്രീ ഗംഗാജിയുടെ പാട് മീൻസ് എന്താ, വിസ്തൃതി, വിഡ്ത്ത് വളരെ ചെറുതാണെങ്കിൽ കൂടിയും വേഗ് ബടാ ഹേ, വേഗ് മീൻസ് സ്പീഡ് വളരെ കൂടുതലാണ്. തടുപ്പർ രാജാവും കി ധർമ്മശാല യാത്രിയോം കെ ഉദർനെ കെ ഹേതു ബനി ഹെ. ഇതിൻ്റെ തീരത്തായിട്ട് രാജാക്കന്മാർ ധർമ്മശാല പണിതിട്ടുണ്ട്. ആർക്ക് വേണ്ടി? യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ധർമ്മശാല പണിത് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ ധർമ്മശാല പണിത് വെച്ചിട്ടുണ്ട്. അവർ ദുഃഖാനോം ബി ബനി ഹെ. ഇവിടെ കടകളും പണിതിട്ടുണ്ട്. പർ രാത് കോ ബന്ദ് രഹത്തി ഹെ. പക്ഷേ ഇതെല്ലാം രാത്രിയിൽ അടഞ്ഞു കിടക്കും. ഈ കടകളെല്ലാം രാത്രിയിൽ അടഞ്ഞു കിടക്കും. യഹ് ഏസ നിർമ്മൽ തീർത്ത് ഹേക്കി. ഇത് ഇങ്ങനെയുള്ളൊരു പാവനമായിട്ടുള്ള ഒരു തീർത്ഥമാണ്. എന്താ? കി ഇച്ഛ ക്രോധ് കി ഗാനി ജോ മനുഷ്യ ഹേ സോ വഹാം രഹത്തെ ഹി നെഹി. അതായത് അവിടെ ആഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് ദുരാഗ്രഹങ്ങളും അതുപോലെ തന്നെ ക്രോധ് കി ഖാനി ദേഷ്യം കൊണ്ടുള്ള മനുഷ്യന്മാരും ഒന്നും അവിടെ താമസിക്കുന്നതേ ഇല്ല. ഒരുപാട് അവിടെ ക്രോധവും ദേഷ്യവും ഒന്നും ആരോടും തോന്നാറേ ഇല്ല. അതുപോലെ തന്നെ ദുരാഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ദേഷ്യമോ ഒന്നും അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇല്ല. പണ്ടേ ദുക്കാൻദാർ ഇത്യാദി കൻകൾ ജ്വാലാപൂർ സെ ആത്തെ ഹേ. ഇവിടെ പണ്ടേ മീൻസ് പൂജകൾ ചെയ്യുന്ന ഈ ബ്രാഹ്മിൻസിനെ പറയുന്നതാണ് കേട്ടോ. പണ്ടേ ദുക്കാൻദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, പൂജാതി സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ ഇവരെന്തുണ്ട്, കൻകളിൽ നിന്നും ജ്വാലാപൂരിൽ നിന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പണ്ടേ ബി യഹം ബഡേ വിലക്ഷൺ സന്തോഷി ഹേ. ഇവിടെ പണ്ഡിതന്മാരും പൂജകൾ ചെയ്യുന്നവരും എല്ലാം ഒരുപാട് സന്തോഷത്തിലാണ്. ഏക്ക് പൈസേക്കോ ലാക്ക് കർക്കെ മാൻ ലേത്തേ ഹേ. ഒരു രൂപ കൊടുത്താൽ വരെ അവരത് 1,00,000 രൂപ ആയി സങ്കല്പിച്ച് അവർ സന്തോഷിക്കാറുണ്ട്. ഈ ക്ഷേത്രമേ 5 തീർത്ത് മുക്കി ഹേ. ഹരിദ്വാർ, കുശാൽ വർത്ത്, നീൽധാര, വില്ല് പർവ്വത് അവർ കൻഗൽ. ഇവിടെ 5 പ്രസിദ്ധമായ തീർത്ഥങ്ങളാണുള്ളത്. 1 ഹരിദ്വാർ, 2 കുശാവർത്ത്, 3 നീൽധാര, 4 വില്ല് പർവ്വത് അവർ 5 കൻഗൽ. ഈ ഒരു 5 തീർത്ഥങ്ങൾ, പ്രസിദ്ധമായ തീർത്ഥങ്ങളാണ് ഇവിടെയുള്ളത്. ഹരിദ്വാർ തോ ഹരി കി പൈഡി പർ നഹാത്തെ ഹേ. ഹരിദ്വാറിൻ്റെ അടുത്താണ് ഹരിദ്വാറിലാണ് ഹരി കി പൈഡി ഉള്ളത്. അവിടെ ആൾക്കാർ കുളിക്കാറുണ്ട്. കുശാവർത്ത് ബി ഉസി കെ പാസ് ഹേ. കുശാവർത്ത് ഇതിൻ്റെ അടുത്താണ്. നീൽധാര വഹി ദൂസരി ധാര ഹേ. നീൽധാര അവിടെ ഉള്ള 2ാമത്തെ ധാരയാണ്. വില്ല് പർവ്വത് ബി പാസ് ഹേ. വില്ല് പർവ്വത് അതിൻ്റെ അടുത്താണ്. ഏക് ദൂസരി സുഹാന പർവ്വത് ഹി ജിസ് പർ വില്ലേശ്വർ മഹാദേവ് കി മൂർത്തി ഹേ. ഇവിടെ ഈ നീൽധാരയുടെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു വില്ല് പർവ്വതത്തിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു സുഹാന പർവ്വതമുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വില്വേശ്വർ മഹാദേവിൻ്റെ ഒരു സ്റ്റാച്യുമുണ്ട്. അവർ കൻഗൽ തീർത്ത് ബി ഇതർ ഹേ. കൻഗൽ തീർത്ഥവും ഇവിടെ തന്നെയാണുള്ളത്. യഹ് കൻഗൽ തീർത്ത് ബഡ ഉത്തം ഹേ. ഈ ഒരു കൻഗൽ തീർത്ത് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് ഉത്തമമായിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസി കാൽമേം ദക്ഷിണേ യഹി യജ്ഞ കിയ അവർ യഹി സദീനെ ശിവജി കാ അപമാൻ സഹക്കർ അപ്ന ശരീർ ഭസ്മ കർ ദിയ. ഇവിടെയാണ് ഒരു കാലത്ത് പ്രജാപതി ദക്ഷ മഹാരാജാവ് ഇവിടെ ഒരു കാലത്ത് യജ്ഞം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സതീദേവി പിന്നീടാണ് പാർവതി എന്ന പേര് സ്വീകരിച്ച് ശിവനെ ഭർത്താവായതിന് ശേഷമാണ് പാർവതി എന്ന പേര് സ്വീകരിച്ചത്. സതീദേവി ഇവിടെ ശിവൻ്റെ ക്രോധം സഹിക്കാനാവാതെ, അപമാനം സഹിക്കാനാവാതെ ഇവിടെ സ്വന്തം ശരീരം അഗ്നിക്കിരയാക്കുകയും ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്, കൻഗൽ എന്ന സ്ഥലത്താണ്. യഹാം കുച്ച് ചോട്ടെ ഗർഭി ബനേഹെ. ഇവിടെ ചെറിയ വീടുകളും പണിതിട്ടുണ്ട്. അവർ ബരാമൽ ജയകൃഷ്ണദാസ് ഗാത്രി യഹാം ക പ്രസിദ്ധ ധനിക ഹെ. ഈ ഒരു പ്രദേശത്തെ ഒരു പ്രസിദ്ധനായ ഒരു റിച്ച് പേഴ്സൺ ആണ് ആര്? ബരാമൽ ജയകൃഷ്ണദാസ് ഗാത്രി. हरिद्वार में यह बगेड़ा कुछ नहीं है और शुद्ध निर्मल साधुओं के सेवन योगी तीर्थ है. ഹരിദ്വാറിൽ വഴക്കുകളോ കാര്യങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പാവപ്പെട്ട സന്യാസിമാരുടെ സേവനങ്ങൾ മാത്രമാണ് ഇവിടെ
ഉണ്ടായിരുന്നത്. മേരാ തോ ചിത്ത് വഹാം ജാത്തെ ഹി ഐസ പ്രസന്ന അവർ നിർമ്മൽ ഹുവാ കി വർണ്ണൻ കെ ബാഹർ ഹെ. ആദ്യത്തെ സെൻറ്റൻസിലുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എൻ്റെ മനസ്സ്, ചിത്ത് മീൻസ് മനസ്സ്, അവിടെ ചെന്നതിന് ശേഷം എത്രത്തോളം സന്തോഷവും ശുദ്ധവുമായി എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ കഴിയില്ല. മേം ദിവാൻ കൃപ രാം കെ ഗർ കെ ഊപ്പർ കെ ബംഗളെ പർ ടിക്കാത. ഞാൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ദിവാൻ കൃപ രാമിൻ്റെ വീടിന് മുകളിലുള്ള രണ്ടാമത്തെ നിലയിൽ ബംഗളയിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ടിക്കാത रहता था. यह स्थान भी ഉസ് ക്ഷേത്രമേൻ ടിക്കനെ യോഗി ഹെ. ഈ ഒരു സ്ഥലവും ഈ ഒരു ബംഗളയും എന്താണ്, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിന് യോഗ്യമായിരുന്നു. എന്തുകൊണ്ടാണ് യോഗ്യമായിരുന്നു എന്ന് പറയുന്നത്? ചാരാം ഓർസെ ശീതൾ പവൻ ആതിഥി. 4 വശത്തു നിന്നും തണുത്ത കാറ്റാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. യഹാം രാത്രി കോ ഗ്രഹൺ ഹുआ और हम लोगों ने ग्रहण में बड़े आनंद पूर्वक स्नान किया और दिन में श्री भागवत का पारायण भी किया. यह स्थान भी उस क्षेत्र में टिकने योग्य है. चारों ओर से शीतल पवन आती थी. 4 വശത്തു നിന്ന് തണുത്ത കാറ്റുകൾ വരുമായിരുന്നു. യഹാം രാത്രി കോ ഗ്രഹൺ ഹുआ. അവിടെ രാത്രിയിൽ ഗ്രഹണം നടക്കാറുണ്ടായിരുന്നു. ഹം ലോഗോം നെ ഗ്രഹൺ മേ ബഡെ ആനന്ദപൂർവക് സ്നാൻ കിയ. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഗ്രഹണ സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി കുളിക്കാൻ ഇറങ്ങുമായിരുന്നു. അവർ ദിൻമേം ശ്രീ ഭാഗവത് കാ പാരായൺ ബി കിയ. പകൽ സമയത്ത് ഭാഗവത പാരായണവും ചെയ്യുമായിരുന്നു. വൈസേ ഹി മേരാ സംഘ് കല്ലുജി മിത്ര ബി പരമാനന്ദിതേ. അവിടെ എൻ്റെ മിത്രമായ കല്ലുജിയും വളരെ ഹാപ്പി ആയിട്ടാണ് താമസിച്ചിരുന്നത്. നിദാൻ ഈസ് ഉത്തം ക്ഷേത്രമേൻ ജിത്തന സമയ ബീത്ത ബഡെ ആനന്ദ് സേ ബീത്ത. അന്തിമമായിട്ട് പറയുകയാണെങ്കിൽ ഈസ് ഉത്തം ക്ഷേത്രമേ, ഈ ഒരു പുണ്യസ്ഥലത്ത് ഞാൻ എത്ര സമയം ചിലവഴിച്ചോ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചിലവഴിച്ചത്. ഏക് ദിൻ മേനെ ശ്രീ ഗംഗാജി കെ തട് पर रसोई करके पत्थर ही पर जल के अत्यंत निकट परोस कर भोजन किया. ഒരു ദിവസം ഞാൻ ഗംഗാ നദിയുടെ തീരത്ത് ഭക്ഷണം പാകം ചെയ്ത്, ഒരു കല്ലിൻ്റെ മുകളിലിരുന്ന് ഭക്ഷണം പാകം ചെയ്ത് അവിടെ ഇരുന്ന് ഗംഗാജിയുടെ അത്യന്തം അടുത്തായിട്ട്, നിക്കറ്റ് മീൻസ് അടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയാണ് ഒരു കല്ലിൻ്റെ മുകളിലിരുന്നിട്ട്. ജൽക്കെ ചൽക്കെ പാസ് ഹി ടണ്ടേ ടണ്ടേ ആത്തേതേ. ജൽക്കെ ചൽക്കെ പാസ്, ജലം തെറിക്കുന്ന ആ ഒരു സൈഡിൽ ടണ്ടേ ടണ്ടേ ആത്തേതേ, വളരെ തണുപ്പാണ് അനുഭവപ്പെട്ടിരുന്നത്. ഉസ് സമയക്ക് പത്തർ പർ ക ഭോജൻ ക സുഖ സോനെ കി ദാൽ കെ ഭോജൻ സെഹി കഹിം ബെടുക്കേത. ആ സമയം കല്ലിൻ്റെ മുകളിലിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ, ഈ സോനേക്കെ ദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ പ്ലേറ്റിൽ നമ്മൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അതിനേക്കാളും നമ്മൾക്ക് സുഖം കിട്ടിയത് കല്ലിൻ്റെ മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലായിരുന്നു. ചിത്ത് മേം ബരാബർ ഞാൻ വൈരാഗ്യ और ഭക്തി കാ ഉദയ് ഹോത്താത. ചിത്തുമേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ, ബാരംബാർ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അറിവും ഒരുപാട് നോളജും, അതുപോലെ തന്നെ വൈരാഗ്യം. നമ്മുടെ മനസ്സൊക്കെ തപസ്സിലോട്ട് പോകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിനെക്കുറിച്ച്, ഭക്തിയിലേക്ക് പോകുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത്. ബാരംബാർ ഗ്യാൻ വൈരാഗ്യ और ഭക്തി കാ ഉദയ് ഹോത്താത. എൻ്റെ മനസ്സ് അവിടെ ഇരുന്നിട്ട് വളരെ ശുദ്ധവും ക്ലിയറും അതുപോലെ തന്നെ ആത്മീയതയിലേക്കും പോവുകയായിരുന്നു. ജഗഡെ ലഡായിക്ക കഹി നാം ബി നെഹിംദ. അവിടെ ഒരു വഴക്കോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. യഹാം ഓർ ബി കൈ വസ്തു അച്ചി ബൻതി ഹെ. ഇവിടെ വേറെയും ഒരുപാട് വസ്തുക്കൾ നന്നായിട്ട് പണിതിട്ടുണ്ട്. ജനേയു യഹാം ക അച്ചാൻ മഹീൻ ഔർ ഉജ്വൽ ബൻത ഹെ. ജനേയു എന്ന് പറയുന്നതും അവിടെ ഉണ്ടാകുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പണിതിട്ടുള്ള ഒരു വസ്തുവാണ്. യഹാം കി കുശ സബ്സെ വിലക്ഷൺ ഹോത്തി ഹെ. ഇവിടെയുള്ള കുശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ഗാസ് ആണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗാസാണ് കുശ, പുല്ല്, ഗ്രാസ്. ഇവിടെയുള്ള കുശയും ഇവിടെയുള്ള ഗാസിന് വരെ സബ്സെ വിലക്ഷൺ ഹോത്തി, ഒരു പ്രത്യേകതയുണ്ട്. ജിസ്മേം സെ ദാൽചീനി ജാവിത്രി ഇത്യാദി കി അച്ചി സുഗന്ധാത്തി ഹെ. ഇതിൽ ദാൽചീനി, ജാവിത്രി, ദാൽചീനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിന്നമണ്ണിനെയാണ് കേട്ടോ പറയുന്നത്.
പിന്നെ ജാവിത്രി എന്ന് പറഞ്ഞാൽ ജാതിക്ക, ഇതിൻ്റെയൊക്കെ നല്ലൊരു ഗന്ധമാണ് ഈ ഒരു ഇവിടുത്തെ പുല്ലുകൾക്ക് ഉണ്ടായിരുന്നത്. മാനോ യഹ് പ്രത്യക്ഷ പ്രകട് ഹോത്താ ഹേ യഹ് ഐസെ പുണ്യഭൂമി ഹേ വഹാം കി ഗാസ് ബി ഏസി സുഗന്ധമയ ഹേ. നോക്കൂ, ഇവിടെയുള്ള ഇതൊരു പുണ്യഭൂമിയാണെന്ന് നമുക്ക് ഇങ്ങനെയും പറയാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു പുല്ലിന് വരെ, ഗാസിന് വരെ വളരെ സുഗന്ധമാണ്. അങ്ങനെയുള്ളൊരു പുണ്യഭൂമിയാണ് ഇത്, ഈ ഒരു ഹരിദ്വാറിലെ ഈ ഗംഗാതട് എന്ന് പറയുന്നത്. നിദാൻ യഹാം ജോ കുച്ച് ഹേ അപൂർവ് ഹേ ഔർ യഹ് ഭൂമി സാക്ഷാത് വിരാഗമയ സാധുവും ഔർ വിരക്തം കെ സേവൻ യോഗ്യ ഹേ. അന്തിമമായിട്ട് പറയുകയാണെങ്കിൽ യഹാം ജോ കുച്ച് ഹേ, ഇവിടെയുള്ള എന്ത് തന്നെ ഇവിടെ ഉണ്ടെങ്കിലും അപൂർവ് ഹേ, അതെല്ലാം എന്താണ്, അപൂർവമാണ്. ഔർ യഹ് ഭൂമി സാക്ഷാത് വിരാഗമയ സാധുവും, ഈ ഭൂമി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, സന്യാസിമാരുടെയും അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭക്തിയിലേക്ക് ഉള്ള യാത്രാമാർഗം സ്വീകരിക്കുന്നവരും എല്ലാവരും താമസിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. അവർ സമ്പാദക് മഹാശയ മേം ചിത്ത് സേ തോ അബ് തക് നെഹി വാഹിം നിവാസ് കർത്താഹും. എന്നിട്ട് ആ ഒരു എഡിറ്ററോട് പറയുകയാണ്, മേൻ ചിത്ത് സേത്തോ അബ് തക് വാഹിം നിവാസ് കർത്താഹു, എൻ്റെ മൈൻഡ് കൊണ്ട്, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിരുന്നാൽ കൂടിയും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. നിവാസ് കർത്താഹു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്, ഇപ്പോഴും എൻ്റെ മൈൻഡ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. और अपने वर्णन द्वारा आपके पाठकों को इस पुण्य भूमि का वृत्तांत विदित करके मौलालंबन करता हूँ. अपने वर्णन द्वारा आपको पाठकों को इस पुण्य भूमि का वृत्तांत विदित करके, ഞാൻ നിങ്ങളോട് ഈ അവിടുത്തെ ഒരു പുണ്യഭൂമിയെക്കുറിച്ചുള്ള ഒരു എല്ലാ വിവരണങ്ങളും നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, മൗനാവലംബൻ കർത്താഹും, ഞാനിങ്ങനെ സൈലൻ്റായിട്ട്, എൻ്റെ മനസ്സ് ഇപ്പോഴും അവിടെ ആയതുകൊണ്ട് ഞാനിപ്പോഴും ശാന്തമായിട്ടിരിക്കാനാണ്, സൈലൻ്റായിട്ടാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയ് ഹേ കി ആപ്പ് ഈസ് പത്രക്കോ സ്ഥാൻദാൻ ദീജിയേഗ, താങ്കൾ എൻ്റെ ഈ ഒരു ഒരു ലെറ്ററിന് ആവശ്യമായ ഒരു സ്ഥാനം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പത്രം, ഈ ഒരു ലേഖനം ഈ മാസികയിൽ, കവിവചൻ സുധ എന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇവിടെ ഈ ഒരു ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആഗ്രഹിക്കുന്നത്. ആപ്കാ മിത്ര യാത്രി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. എന്നിട്ട് ലാസ്റ്റ് കത്ത് ചുരുക്കുകയാണ്, താങ്കളുടെ പ്രിയ മിത്രമായ യാത്രികൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ലേഖക് സേ പരിചയം. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം കൂടി ഈ ഒരു പോർഷൻ ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്. നമ്മളെപ്പോഴും ലേഖകനെ കുറിച്ചുള്ള ഒരു പരിചയം എപ്പോഴും നമ്മൾ വെച്ചിരിക്കണം. നിജ ഭാഷ ഉന്നതി അഹൈ സബ് उन्नति को मूल का उद्घोष करने वाले भारतेंदु हरिश्चंद्र ने कविता, नाटक, निबंध और यात्रा वृत्तांत आदि अनेक विधाओं से लेखन कार्य किया है. അതായത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ കവിത, നാടകം, നിബന്ധം, പിന്നെ യാത്രാ വിവരണം തുടങ്ങിയ ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. इन्होंने कविवचन सुधा, हरिश्चंद्र मैगजीन, हरिश्चंद्र चंद्रिका और स्त्रियों के लिए बालाबोधिनी पत्रिकाएं प्रकाशित की. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് എന്തെന്ന്, ബാലബോധിനി പത്രിക. അതുപോലെ തന്നെ ഹരിശ്ചന്ദ്ര ചന്ദ്രിക, ഹരിശ്ചന്ദ്ര മഗൈജീൻ തുടങ്ങിയ ഒരുപാട് പത്രലേഖനങ്ങളും വിവരണങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻകി രചനാവോമേം സമാജ് സുധാർ, രാഷ്ട്രപ്രേം, അംഗ്രേസി ശാസൻ കാ വിരോധ്, സ്വാധീനത കി ഭാവന കെ സ്വർ സുനായി ദേത്തെ ഹേ. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ സമാജ് സുധാർ, രാഷ്ട്രപ്രേം, അംഗ്രേസി ശാസൻ കാ വിരോധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഒരു റൂളിനെതിരെയുള്ള വിരോധം, എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സമാജത്തിനോടുള്ള സ്നേഹം, രാഷ്ട്രത്തോടുള്ള സ്നേഹം, ഇംഗ്ലീഷുകാരുടെ ഒരു ശാസനങ്ങളോടുള്ള വിരോധം, എല്ലാം ഇംഗ്ലീഷ് റൂളിനോടുള്ള ഒരു വിരോധം എല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രകടമാണ്. ഇനിയും ആധുനിക് ഹിന്ദി സാഹിത്യ
ജനക് മാനാ ജാത്ത ഹെ. ഇദ്ദേഹം ആധുനിക ഹിന്ദി സാഹിത്യകാരൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സത്യ ഹരിശ്ചന്ദ്ര, ഭാരത് ദുർദശ, അന്ധേർ നഗരി അവർ സൂരൈ सरयू पार की യാത്ര ഇൻകി ഉല്ലേഖനീയ കൃതിയാം ഹേ. ഇദ്ദേഹത്തിന് ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ട് ഉല്ലേഖനീയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കൃതികളാണ് ഏതൊക്കെ? സത്യ ഹരിശ്ചന്ദ്ര, ഭാരത് ദുർദശ, അന്ധേർ നഗരി അവർ സരയൂ പാർ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കൃതികളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സ്പ്ലനേഷനും ഈ ഒരു ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.